ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ ലാസ്റ്റ് മിനിറ്റ് ലിറ്ററേച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ എക്സാംസിനെ കുറിച്ചാണ്. ഇഗ്നോ എക്സാം എന്താണെന്നും അതുപോലെ അതിന് വേണ്ട പ്ലാനിങ്ങും പ്രിപ്പറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പലരും എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയോ അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടോ അല്ല എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് മൊത്തം പഠിച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോറീസ് മാത്രം അറിഞ്ഞ് പോയി എഴുതുന്നവരാണ് പലരും. അപ്പോൾ ഇഗ്നോ എക്സാംസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും ആ എക്സാമിനെ കുറിച്ച് അറിയണം അല്ലേ? അപ്പോൾ ഇഗ്നോ എക്സാംസിന് നമുക്കറിയാം നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. ഒരു ബുക്ക്ലെറ്റിലായിരിക്കും നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റങ്ങളുണ്ടാവാം. ഞാനിപ്പോൾ മെയിനായിട്ട് ഇംഗ്ലീഷിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലും എസ്സേ ടൈപ്പാണ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ടൈപ്പ്. ബാക്കി സബ്ജക്റ്റുകാർക്ക് മനസ്സിലാവാം, കാരണം പ്രീവിയസ് ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവാം. അപ്പോൾ അതുപോലെ പിന്നെയുള്ളതാണ് ചില ക്വസ്റ്റ്യൻസ് സെലക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചിലപ്പം OMR ടൈപ്പ് ആയിരിക്കും, 50 മാർക്സിൻ്റെ ആയിരിക്കും. മെയിനായിട്ട് എക്സാംസ് 100 മാർക്സിനാണുള്ളത്. ഐ തിങ്ക് 35 മാർക്സ് ആണെന്ന് തോന്നുന്നു പാസ് മാർക്ക്. ഇത് വേരി ചെയ്യാം സബ്ജക്റ്റ് വൈസ്. ഞാൻ ഓവറോളായിട്ടാണ് പറയുന്നത്. അപ്പോൾ എക്സാം പാറ്റേൺ അറിഞ്ഞിരിക്കുന്നത് എക്സാമിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാം പാറ്റേൺ നമ്മൾ എങ്ങനെ അറിയുന്നത്? പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടാം. എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പം. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വേറെ പല സൈറ്റ്സിൽ നിന്നും നമുക്ക് നമ്മളെ സബ്ജക്റ്റ് കോഡ് വെച്ച് അതിൻ്റെ പ്രീവിയസ് ഇയർ പല വർഷങ്ങളിലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. ഇനി ചില യൂട്യൂബ് ചാനൽസ് നോക്കുകയാണെങ്കിൽ സോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് ഇംഗ്ലീഷ് സബ്ജക്ട്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് തന്നിരിക്കുന്നതിൽ ഇത്ര എണ്ണത്തിൽ ഷോർട്ട് നോട്ട് എഴുതുക. ഒരു 5 or 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ശേഷമാണ് എസ്സേ ടൈപ്പ് വരാറ്, 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ശ്രദ്ധിക്കുക, അതായത് ഓരോ സെക്ഷനിലും സെക്ഷൻ തിരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ സെക്ഷനിലും ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് എക്സാം പ്ലാനിങ്ങിനെ കുറിച്ച് നോക്കാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. എക്സാം പാറ്റേൺസ് നിങ്ങൾക്ക് തന്നെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എക്സാം പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാനിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. എങ്ങനെ പ്ലാൻ ചെയ്യുക? പ്ലാനിങ് മാത്രമാവരുത് നിങ്ങളെ പ്രിപ്പറേഷൻ. എക്സാം പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലരും പല ടൈപ്പ് ഓഫ് ലേണേഴ്സാണ്. അതായത് ചിലർ ബുക്ക് കിട്ടിയ ഉടനെ വായിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എനിക്ക് പരിചയമുള്ളവർ തന്നെയുണ്ട്. ബുക്സ് കിട്ടുമ്പോൾ തന്നെ കുറച്ചായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതായത് ടൈം കിട്ടുമ്പോഴൊക്കെ അതിലെ കുറച്ച് പാർട്സ് വായിച്ച് നോക്കി അങ്ങനെ കവർ ചെയ്യുന്നവരുണ്ട്. പിന്നെയുള്ളവർ എക്സാം ടൈം ടേബിൾ വന്നതിന് ശേഷം പഠിക്കുന്നവരുണ്ട്. ഞാനൊക്കെ ആ കാറ്റഗറിയാണ്. എക്സാം ടൈം ടേബിൾ വന്നതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങുന്നത്. നമുക്കറിയാം എക്സാം ടൈം ടേബിൾ ഇപ്പോൾ ജൂണിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു മെയ് ലാസ്റ്റോടെയോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റോടെയോ ഏപ്രിൽ ലാസ്റ്റോടെയോ ഒക്കെ ആയിട്ട് ടൈം ടേബിൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാറ്. ഇതിൻ്റെ പറഞ്ഞു തരുന്നതിനോടൊപ്പം ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നും എൻ്റെ സ്കോർ എങ്ങനെയായിരുന്നെന്നും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് അതൊരു ബോറിങ് കണ്ടൻ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. എനിക്ക് പറയാനുള്ളത് മാക്സിമം പരീക്ഷയുടെ തലേന്ന് പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് തലേ ദിവസം ബുക്കെടുത്ത് പഠിക്കുന്നതിന് ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഈ സാഹചര്യങ്ങളുടെ ഇത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയെങ്കിലും അതിന് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. മാക്സിമം എക്സാമിൻ്റെ തലേന്ന് പഠിക്കാതിരിക്കുക എന്നല്ല, പഠിക്കാൻ തുടങ്ങാതിരിക്കുക. കാരണം നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ പണ്ട് ക്ലാസ്സിൽ നടത്തുന്ന ക്ലാസ് ടെസ്റ്റോ അല്ല നെക്സ്റ്റ് ഡേ നടക്കാൻ പോകുന്നത്. ആ എൻ്റയർ ടെക്സ്റ്റാണ് നമുക്ക് എക്സാമായിട്ട് ഉണ്ടാവുക.
എന്നാൽ പാസ്സായാലും മതി, ജസ്റ്റ് പാസ് മതി എന്നുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് മതിയായിരിക്കാം. പക്ഷേ എന്നാലും ചെയ്യുന്നതിനോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുക. ഇനി ചിലർക്ക് തലേന്ന് വായിച്ച് കഴിഞ്ഞാലും ഒറ്റ ഇതിൽ ആ സ്ട്രെസ്സിലൂടെ പഠിച്ചാലും നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ആ കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഈ ഉപദേശം ഒഴിവാക്കാം. അപ്പോൾ എക്സാം ടൈം ടേബിൾ വന്നതിന് ശേഷം പഠിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ ടൈം ടേബിൾ നോക്കി തെറ്റ് വരുത്താതെ നിങ്ങളുടെ ടൈം ടേബിൾ, അതായത് നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾ അപ്ലൈ ചെയ്ത സബ്ജക്റ്റുകളും അതിൻ്റെ ഡേറ്റും കൃത്യമായി എഴുതി വെക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ എക്സാമിനും തമ്മിലുള്ള ഗ്യാപ്പുകൾ, അല്ലെങ്കിൽ ഏതിനാണ് ഗ്യാപ്പ് കുറവ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ഏറ്റവും ഗ്യാപ്പ് കുറഞ്ഞ്, അതായത് 1-ാം തീയതി ഒരു എക്സാം ഉണ്ട്, നെക്സ്റ്റ് എക്സാം 3-ാം തീയതി ആണെങ്കിൽ പ്രോബബ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 3-ാം തീയതിയിലുള്ള എക്സാമിൻ്റെ സബ്ജക്റ്റ് വെച്ചായിരിക്കണം. അത് പഠിച്ച് തുടങ്ങുക. പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 3-ാം തീയതിയിലുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കി പഠിക്കുക. അങ്ങനെ എങ്ങനെയാണ് ഗ്യാപ്പ് കുറവുള്ളത് അങ്ങനെ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തറവായിട്ട് പഠിക്കണം എന്നല്ല, എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. അത് ഞാൻ പിന്നീട് പറയാം. ആ സമയത്ത് ഞാൻ മെയിനായിട്ട് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യും. അപ്പം ഇന്നിപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഇപ്പോൾ BGC 114 എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, അതായത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. അതാണ് ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കാരണം ആ എക്സാമിനാണ് എനിക്ക് ഗ്യാപ്പ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, പ്രീവിയസ് ഇയേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ എസ്സേ വരുന്ന ടോപ്പിക്സുകളൊക്കെ നോക്കി എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ മാർക്ക് ചെയ്യും. അതായത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ അതൊക്കെ ഞാൻ ആൻസേഴ്സ് വായിക്കുകയോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിലൂടെ എന്താണെന്ന് വെച്ചാൽ എക്സാമിന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഞാനൊന്ന് റീഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് മനസ്സിരുത്തി വായിക്കുക. ഇനി അത് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനും വഴിയുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എക്സാം പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായി നേരത്തെ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ പ്ലാനിങ്ങിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകരുത്. ഇനി ബുക്ക് കിട്ടുമ്പോൾ തൊട്ടേ വായിച്ച് പഠിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതേ പ്ലാൻ തന്നെ യൂസ് ചെയ്യാം. അതായത് ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണോ ഉള്ളത്, അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു ഒരാഴ്ച മുമ്പ് കൊണ്ട് നമുക്ക് തീരുന്ന പോലെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ ഈ ടൈം മാക്സിമം സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും ശ്രമിക്കുക. അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ സോൾവ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുക. പക്ഷേ കളക്ടിങ് മാത്രമായിട്ട് ഒതുങ്ങരുത്. കാരണം നമുക്കൊരു തോന്നലുണ്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഓക്കെയാണ്, സെറ്റാണ് എന്നുള്ളൊരു വിചാരം വരും. പക്ഷെ അല്ല, അത് ജസ്റ്റ് ഫസ്റ്റ് ഫേസാണ് പഠിക്കുന്നതിൻ്റെ. അതിനുശേഷം നമ്മൾ മെനക്കെട്ട് ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാം പ്ലാനിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റഡി റൊട്ടീൻ നോക്കാം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമുക്കറിയാം എല്ലാവരും വ്യത്യസ്തരാണ്. പഠിക്കുന്ന രീതിയിലാണെങ്കിലും അത് മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലാണെങ്കിലും വ്യത്യസ്തരാണ്. ഇപ്പം എന്നെപ്പോലെ ആയിരിക്കില്ല ഈ കേൾക്കുന്നവരിൽ എല്ലാവരും. ഞാൻ പറയുന്നത് പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്താണ്. അതായത് ഫസ്റ്റ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും എക്സാമിന് ഞാൻ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ച്, കാരണം എങ്ങനെയാണ് എക്സാമെന്നോ എന്തെങ്കിലും എങ്ങനെയൊക്കെയാണ് ഇത് ശരിക്കും എഴുതേണ്ടതെന്നൊരു കൃത്യമായൊരു ധാരണയൊന്നുമില്ലാതെ ഫസ്റ്റ് ഫ്രഷറായിട്ട് ഞാനതിന് അപ്പിയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന മാർക്സ് മാക്സിമം പോയാൽ 65 അല്ലെങ്കിൽ 70 വരെയായിരുന്നു. അപ്പം എനിക്ക് തോന്നാറുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും, അതായത് ടെക്സ്റ്റ് ബുക്സ് മൊത്തം നോക്കി വായിച്ചിട്ടും എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എനിക്ക് എവിടെയും യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും കൃത്യമായൊരു ഇതിൽ പറഞ്ഞു തരുന്ന ആരെയും ഞാൻ കണ്ടിട്ടുമില്ല, പുറമേ നിന്ന് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി പലത് യൂസ് ചെയ്ത് പലതും ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയാണ് സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആവുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് എൻ്റെ ആൻസേഴ്സ് എക്സാമിനൊക്കെയുള്ള സ്കോറ് ഒരു എബോവ് 80 എനിക്ക് എത്തിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം പണ്ട് ഒരു സമയത്ത് ഞാൻ സെർച്ച് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കൃത്യമായ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഏകദേശം ഒരു സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വായിക്കുക, ഇങ്ങനെ വായിക്കുക, ഹെഡിങ് ഉണ്ടാവണം, അങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതുക എന്നല്ലാണ്ട് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു വീഡിയോ കേട്ട് ഒരാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റഡി റുട്ടീനിൽ നോക്കാം.
നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് പഠനം മികച്ചതാക്കാൻ നമുക്ക് ചുറ്റും കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇഗ്നോൻ്റെ തന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കുള്ള സോഴ്സാണ് PYQs. പിന്നെ നമുക്കറിയാം യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതുപോലെ AI ടൂൾസ് ഉണ്ട്. ഇത്രയൊക്കെ സാധനം വെച്ച് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കാദ്യം ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യത്തിൽ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാം പെട്ടെന്ന് എക്സാമിൻ്റെ തലേന്നല്ല, നമുക്ക് മുമ്പാണെങ്കിലും നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മടുപ്പുള്ളതാണ്. കാരണം കുറച്ച് വലിയ ടെക്സ്റ്റാണ്, ഇഷ്ടംപോലെ ഉണ്ട്, പോരാത്തതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റും. അപ്പം നമുക്ക് വളരെ മൂഡ് ഓഫ് തരുന്നൊരു ബുക്കാണത്. അപ്പം എനിക്ക് കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെ അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലൊക്കെ ഇത് മൊത്തം ഇരുന്ന് വായിച്ചു പോകുന്നവരുണ്ട്. ടൈം കൺസ്യൂമിങ്ങുമാണ്, അതുപോലെ വേണ്ടത്ര റിസൾട്ട്, ആഗ്രഹിച്ചത്ര റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ യൂസ് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം ചാപ്റ്ററിന് പുറമെ, അതായത് 4 ബ്ലോക്കായിരിക്കും ഉണ്ടാവുക. അതിൽ 4 ബ്ലോക്കിലും 4 യൂണിറ്റ് വീതം, മൊത്തം 16 യൂണിറ്റ് ഉണ്ടാവും പഠിക്കാൻ. അപ്പോൾ ഓരോ യൂണിറ്റിന് ശേഷവും ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ചില സബ്ജക്റ്റിൽ ഈ ചെക്ക് യുവർ പ്രോഗ്രസ്സിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണ് എന്നുള്ളത്. അത് ഞാൻ ഉദ്ദേശിച്ചത് ടെക്സ്റ്റ് ബുക്കിന് ആ യൂണിറ്റ് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻസ് മാത്രമുള്ളതാണ്. അല്ലാതെ ചാപ്റ്ററിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനിൽ നമുക്ക് കാണാം ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ലൈൻസ് കൊടുക്കുന്നത്. നേരത്തെ പഠിക്കുന്നവരെ സംബന്ധിച്ച് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇതിന് മുമ്പുള്ള ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ കിട്ടും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനേക്കാളും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ നോക്കാം. എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കേണ്ടത്? നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം നോട്ട് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന്. കുറച്ച് ടൈമുള്ളവർക്ക് വേണമെങ്കിൽ സൈഡിലൊരു പേപ്പറും പേന എടുത്ത് വെക്കുക, എന്നിട്ട് essay ക്വസ്റ്റ്യൻസ് നോക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ റോൾ ഓഫ് വുമൻ ഇൻ ദ ഡ്രാമ പരാജ, പരാജ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ ക്വസ്റ്റ്യൻ എഴുതാതെ റോൾ ഓഫ് വുമൻ ഒരു ഹൈഫനിട്ട് പരാജ, ഓക്കെ, അത്രയും മതി. അങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി പോവുക ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിയുമ്പോൾ ഇതിലെ പല ക്വസ്റ്റ്യൻസും അതിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഇതിന് സമയമില്ലാത്തവർക്ക് വേറൊരു വഴിയുണ്ട്. നമുക്ക് ഈ ChatGPTയും ജെമിനിയും ക്ലൗഡും അങ്ങനത്തെ AIs ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഇതിന്. അതിൽ ഈ PDF അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ലിസ്റ്റ് ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ PDF നോക്കി അത് ഓരോ ഇയറിലും റിപ്പീറ്റഡ് ആയി എന്ന് പറഞ്ഞ് കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് വെച്ച് നമ്മൾ ഈ പേപ്പറും ടെക്സ്റ്റ് ബുക്കും എടുത്തങ്ങിരിക്കുക. ഇനി കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ChatGPTയിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്നു വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ഡീപ്പർ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് കണ്ടു കഴിയുമ്പം നമുക്ക് ഇന്ന സബ്ജക്റ്റ് ആകുമ്പോൾ ഓക്കെ ഇതിൽ നിന്ന് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നും. മാക്സിമം ടെക്സ്റ്റ് ബുക്കിൽ ഈ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് എഴുതി വെക്കാൻ വേറൊരാളെ ഏൽപ്പിച്ചാലും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു, നമുക്കതിൽ കാണാം കുറേ ഡ്രാമേൻ്റെയോ അല്ലെങ്കിൽ പോംസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോറീസിനെ കുറിച്ച് ഹെഡിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന സ്റ്റോറികളെ കുറിച്ചാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡ്രാമ അല്ലെങ്കിൽ ആ സ്റ്റോറി എന്താണ് അത് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തായാലും കുറേ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിൽ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പല വീഡിയോസും ജസ്റ്റ് ആ സ്റ്റോറി പറഞ്ഞു തരാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഉണ്ടാവും.
അപ്പോൾ അത് കേൾക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ കേൾക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ചില പ്ലേ ഒക്കെ നമ്മളങ്ങനെ പുറമേ കേട്ടിട്ട് പോകുമ്പം അതായത് ലിറ്ററേച്ചർ ഇഷ്ടപ്പെട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചിലപ്പം നമുക്ക് വേണ്ട ചില ഇൻസിഡൻസോ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ നടന്ന സംഭവങ്ങളൊക്കെ ചിലപ്പം ആവശ്യമില്ലായിരിക്കും. അപ്പം അങ്ങനെ അവർ മിസ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പം കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു പ്രശ്നമാണ്. കാരണം എക്സാമിന് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സംഭവം ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ക്ലൂ ഉണ്ടാവില്ല എന്താ എഴുതേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ടാവാം. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ്സ് ഒക്കെ നോക്കി അല്ലെങ്കിൽ ജസ്റ്റ് ക്യാരക്ടേഴ്സൊക്കെ നോക്കിയിട്ട് ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ഈ ക്യാരക്ടർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടായിരുന്നു പക്ഷേ സ്റ്റോറി പറയുമ്പോൾ കണ്ടിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കാരണം ടൈം ഡ്യൂറേഷൻ ഇതാക്കാനൊക്കെ ചിലപ്പം മൈനറായിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ചിലപ്പം പറയുമ്പോൾ സ്കിപ്പ് ചെയ്യും. നോർമലാണത്. അപ്പം വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇഗ്നോ ബേസ്ഡ് ചെയ്യുന്നത് വീഡിയോസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതായത് ഇഗ്നോ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് കുറേ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളത് നോക്കിയിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. കാരണം അവർ എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ 2-3 വീഡിയോസ്, വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും നേരത്തെ പറഞ്ഞ പോലെ 1-2 സ്റ്റോറീസ് എനിക്ക് പല യൂട്യൂബ് ചാനലുകളിലും കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് ആ ബുക്ക് പോയി വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസിനെ ആശ്രയിച്ചു. പക്ഷേ കണക്റ്റഡ് ആയിരുന്നില്ല. പറയുന്നത് ചിലപ്പം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ബുക്ക് വായിക്കാൻ തന്നെ തീരുമാനിച്ച് വായിച്ചതിന് ശേഷം കുറച്ച് ഡ്രാമാസ്, അതായത് ഇംഗ്ലീഷ് തേർഡ് ഇയറിലെ 6th സെമസ്റ്ററിൽ വരുന്ന കുറച്ച് പ്ലേയേഴ്സിനെ പറ്റിയിട്ടും സ്റ്റോറീസും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക. ഇഗ്നോ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇനി വീഡിയോസ് കേട്ട് മനസ്സിലാക്കാൻ താല്പര്യമില്ല, റീഡ് ചെയ്താണ് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ChatGPT യൂസ് ചെയ്യാം. അതായത് ChatGPTയിൽ നിങ്ങൾക്ക് വേണ്ട പ്ലേ അല്ലെങ്കിൽ സ്റ്റോറീൻ്റെ പേരും എഴുതിയ ആളെ പേരും കൂടി കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറയാം. അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോംപ്റ്റ്, എനിക്കൊന്ന് ഞാൻ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ കമൻറ്റിലും പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നിങ്ങളെ ലാംഗ്വേജിൽ തന്നെ മതി. എൻ്റെ കമൻറ്റ് എടുത്തിട്ട് വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറയാം. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട്, അതായത് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ആരെയും മിസ് ചെയ്യരുത്, ക്യാരക്ടേഴ്സിനെ, ഈവൻസിനെ, ഇൻസിഡൻസിനെ ഒന്നും മിസ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ലോജിക്കലായിട്ട് സ്റ്റോറി പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ChatGPT അത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു തരും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കും കൂടി അപ്ലോഡ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദിസ് PDF എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള മെയിൻ ഹെഡിങ്സ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു ആൻസർ തരും. പിന്നെ പറയാനുള്ളത്, അതായത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു മടി ഉണ്ടാവും പഠിക്കാൻ. അതായത് ഇതൊക്കെ നോക്കാൻ മടിയുണ്ട്, വായിക്കാൻ മടിയുണ്ട് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വർക്കിംഗ് ഒക്കെ ഉള്ളവരും, അതായത് പ്ലാൻ ചെയ്യാനൊന്നും ടൈമില്ല, ജോലിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് മുൻകൂട്ടി പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ മെയിനായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന, അതായത് സ്റ്റോറീസും പ്ലേയിൻ്റെ കഥകൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ പാട്ട് കേൾക്കുന്ന പോലെ യൂട്യൂബിലോ വീഡിയോസ് കേൾക്കുക. അതായത് സ്റ്റോറി എന്താണെന്ന്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അടുക്കളപ്പണി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഇത് പ്ലേ ചെയ്ത് കേൾക്കുക. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പം, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒക്കെ ആയിട്ട് ഇത് കേൾക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കഥ മനസ്സിലാവും. എന്താണ് കഥ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 60% എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. കാരണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരുമ്പോൾ നമുക്ക് ഈ കഥ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻസ് മാത്രം കോപ്പി ചെയ്ത് ഈ PDF അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇത്ര വേർഡ്സിൽ, അതായത് 1000 വേർഡ്സിൽ ഇതൊരു ആൻസർ, essay സ്ട്രക്ചറിൽ ആൻസർ ചെയ്ത് തരാൻ പറയാം.
അപ്പോൾ എനിക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനേക്കാൾ എളുപ്പം അതായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കുറേ വായിച്ചു കഴിയുമ്പോഴും ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഇങ്ങനെ കടുകട്ടി വാക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തിരിയില്ല അതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ ചിലപ്പോൾ ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ എഴുതി വെച്ചതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു 20 മാർക്സിന് എസ്സേ വരുന്നത് ചിലപ്പോൾ ഒരു കുഞ്ഞി പാരഗ്രാഫിലായിരിക്കും, ടെക്സ്റ്റ് ബുക്കിലുള്ള കുഞ്ഞി പാരഗ്രാഫിൽ നിന്നായിരിക്കും വലിയ എസ്സേസ് വരുന്നത്. അപ്പം ചിലപ്പോൾ അത് വിപുലീകരിച്ച് എഴുതാനും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻസ് ChatGPTക്ക് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി സ്ട്രക്ചറായിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ ആ ഒരു ഇതിൽ വരും. അപ്പം നമുക്ക് എക്സാം എഴുതുമ്പോൾ അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അടുത്തുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് വരുന്ന ആ പേജിൻ്റെ സൈഡിൽ സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സൈഡിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇത് കൊള്ളാം, ഈ എസ്സേക്ക് ഈ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ട് കുറച്ച് ഇതായിട്ട് എഴുതാൻ പറ്റുന്നതെന്ന് തോന്നുന്നത് സൈഡിൽ പെൻ വെച്ചോ പെൻസിൽ വെച്ചോ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളതാണല്ലോ ടെക്സ്റ്റ് ബുക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. പിന്നെ അല്ലാത്തവർക്കത് പ്രത്യേകം നോട്ട് വാങ്ങി അങ്ങനെ എഴുതാവുന്നവർക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ആ നോട്ട് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് തുടക്കത്തിൽ മാത്രം നോട്ട്സ് ഭയങ്കര എഴുതി പിന്നെ അത് മടി പിടിച്ച് അങ്ങനെ ആക്കാതെ മാക്സിമം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതൊക്കെ സമയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാത്തവർ ഈ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു അലോട്ട് ചെയ്ത ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ എസ്സേസ് വായിച്ചിട്ട് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതായത് ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വായിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി എസ്സേയൊക്കെ എഴുതുമ്പോൾ നല്ല വേർഡ്സ് കിട്ടാനും സെൻറ്റൻസ് കിട്ടാനൊക്കെ ഇത് എളുപ്പമായിരിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ PYQs നോക്കുക. കാരണം മിക്ക ക്വസ്റ്റ്യൻസും ഇഗ്നോറിൻ്റെത് റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് വരാറ്. എല്ലാം അല്ല എങ്കിലും ഭൂരിഭാഗവും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വരുന്നത് ആ ഒരു പാറ്റേണിലാണ്. അപ്പോൾ അത് നോക്കുക. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട്, അതായത് നേരത്തെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് പ്ലേനെക്കുറിച്ചാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു 1 മന്തിനുള്ളിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷാണെന്ന് ശ്രദ്ധിക്കുക. ബാക്കി സബ്ജക്ട്സും ടോപ്പിക്സും ഒന്നും എനിക്കറിയില്ല. ഞാനും BA ഇംഗ്ലീഷാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ AI ടൂൾസ്. അത് എനിക്കൊന്ന് ChatGPT ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് നല്ലത്. ജെമിനി ആകുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സാമിൻ്റെ തലേന്നത്തെ ദിവസം. അതായത് തലേന്നത്തെ ദിവസം കുറേ പെൻഡിങ്സ് ആയിട്ടുള്ളത് നോക്കാനുണ്ടാവും. അങ്ങനെ കുറേ നമുക്ക് കവർ ചെയ്യാനുണ്ടാവും. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെയും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാവുമ്പോൾ നമുക്ക് തിരിയും. അതായത് ഓരോ ചാപ്റ്ററിലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഇതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചേ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ ഇത് കഴിയുമ്പോൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു ധാരണ കിട്ടും. അതായത് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ എഴുതേണ്ടി വന്നാലും ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് നോക്കാം. ഇനി തന്നെ വായിച്ച് മനസ്സിലാക്കിയവരാണെങ്കിൽ ഈ തലേന്നത്തെ ദിവസം മാക്സിമം അതിന് യൂസ് ചെയ്യുക. ChatGPTയോട് ചോദിച്ച് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഐഡിയ ആയിട്ട് കമ്പൈൻ ചെയ്ത് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. മാക്സിമം നന്നായിട്ട് ഫുൾ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാരി വലിച്ച് ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ച് ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ദ ഡേ ബിഫോർ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അന്ന് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഹാൾ ടിക്കറ്റ്, ID കാർഡ്, പെന്ന്, അതൊക്കെ ആ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ കൂടെ എക്സാം ഡേൻ്റെ കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ രാവിലെയാണ് എക്സാമെങ്കിൽ മോർണിംഗ് നിങ്ങൾ പോകുന്നത് എങ്ങനെയാണോ നിങ്ങളെ ടൈം നോക്കി മാനേജ് ചെയ്യുക. അതായത് ഇപ്പോൾ എനിക്ക് 10 മണിക്കാണ്, അതായത് 10 മണിക്കാണല്ലോ എക്സാം. ഞാൻ ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങണം എന്നാണെങ്കിൽ
ഞാനൊരു 6 o'clock എഴുന്നേക്കാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ രാവിലത്തേക്ക് നോക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കും, അതൊന്ന് റീഡ് ചെയ്യും. ഒപ്പം ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്ലേസിൻ്റെയും സ്റ്റോറീസിൻ്റെയൊക്കെ പേരും അതുപോലെ അതിൻ്റെ ഓതേഴ്സിൻ്റെ നെയിമും വ്യക്തമായിട്ട് ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കും. കാരണം നമുക്കറിയാം എല്ലാ എസ്സേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കത് ഇൻട്രൊഡക്ഷൻ പോലെ അത് എഴുതാൻ നോക്കണം. അപ്പോൾ ആ ടൈമിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതും നോക്കി വെക്കുക. ഇനി എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പഠിക്കുന്ന വലിയ ബുക്സിൽ ഫുൾ എഴുതിയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വളരെ കൂളായിട്ടിരിക്കുന്നവരുണ്ടാവും, വളരെ ടെൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച പോലെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്താലും നമുക്കറിയില്ല അവർ ഏത് രീതിയിലാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ വേഗം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നവരായിരിക്കില്ല മറ്റേ ആൾ. അല്ലെങ്കിൽ മറ്റേ ആളെപ്പോലെ ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ 2-3 വട്ടം കൂടി വായിച്ച് ഉറപ്പ് വരുത്തേണ്ടി വരും. അപ്പോൾ അന്ന് മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ പോവുക. അതായത് പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം ബുക്ക്ലെറ്റാണ് ഉണ്ടാവുക. അപ്പോൾ എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണം. വലിച്ചു വാരി എഴുതുക എന്ന് പറയുന്ന പോലെ അങ്ങ് എഴുതുക. എന്ന് വെച്ചാൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതുക എന്നല്ല, അതുമായിട്ട് അറിയുന്ന മാക്സിമം കാര്യങ്ങൾ എഴുതുക. ടൈം നോക്കി ആലോചിച്ച് എഴുതുക. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോർട്ട് നോട്ടിന് കുറേ പേജസ്, അതായത് ഇതെനിക്കറിയാം അതുകൊണ്ട് ഞാനിതൊരു 10 പേജ് എഴുതും എന്നും പറഞ്ഞ് 5 മാർക്കിനുള്ളത് അങ്ങനെ എഴുതി സമയം കളയരുത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതായത് ഈ സെക്ഷനിൽ ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രം മതി എന്ന് നോക്കി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആലോചിച്ചിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് വലിച്ചു വാരി എഴുതാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് മാത്രം എടുത്തെഴുതുക. പരമാവധി സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അറിയത്തില്ലെങ്കിൽ ലാസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക, ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ എഴുതാതെ വരരുത്. എനിക്കിത് അറിയില്ല എന്ന് കരുതി, അതായത് കുറച്ചറിയാം, അതായത് 1-2 ലൈൻ എഴുതാൻ അറിയാമെന്ന് കരുതി അത് ഒഴിവാക്കാൻ നിൽക്കരുത്. മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇഗ്നോയിൽ ആ ബുക്ക്ലെറ്റ് നിറച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പാസ്സാവാനുള്ള മാർക്ക് കിട്ടും എന്നുള്ളത്. എനിക്കത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, പക്ഷെ ഞാനിതിവിടെ പറയുകയാണ്. എന്തെങ്കിലും നമുക്ക് 1 മണി വരെ എക്സാം ഉണ്ട്, 2 മണിയാണ് കറക്റ്റ്, എനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും നമുക്ക് അത്രയും സമയമുണ്ട്, അപ്പോൾ ആ സമയം എടുത്ത് എഴുതാൻ ശ്രമിക്കുക. മാക്സിമം അറിയുന്നതൊക്കെ അങ്ങ് എഴുതുക. ബാക്കി ചെക്ക് ചെയ്യുന്ന പറയുകയില്ലല്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ ആൻസർ എഴുതുക. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് വെട്ടിക്കുത്തി ഒരു ബാഡ് ഇംപ്രഷൻ കൊടുക്കാതിരിക്കാനും നോക്കുക. ഓക്കെ, അതിലേക്കാണ് പറഞ്ഞു വരുന്നത് എക്സാം എഴുതുന്നതിനെ പറ്റിയിട്ട്. അതായത് എന്ത് എസ്സേ എഴുതുമ്പോഴും കൃത്യമായൊരു ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതി വരയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു പാരഗ്രാഫ് ഫോർമാറ്റ് ഉണ്ടാവണം. അതായത് കാണുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയാം, അതായത് കുറച്ച് അറിയാം എന്നുള്ള, അല്ലെങ്കിൽ ഈ പാരഗ്രാഫൊക്കെ ആയിട്ട്, അതായത് ഡിഗ്രി എഴുതാൻ ഉദ്ദേശിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു എസ്സേ സ്ട്രക്ചർ അറിയാമെന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ആദ്യം തന്നെ തെറ്റും വെട്ടിക്കുത്തിയും ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് നോക്കുന്നവർക്ക് അതൊരു ബാഡ് ഇംപ്രഷനാണ് കൊടുക്കുക. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നോക്കി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുപാട് തന്നെ വായിച്ചു നോക്കി സമയമില്ല എന്ന് കരുതി വേഗം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നോക്കുക എന്തൊക്കെയാണ് വേണ്ടത്, എന്നിട്ട് കൺഫേം ആക്കുക എനിക്ക് ഏതാണ് എഴുതേണ്ടത് എന്നുള്ളത്, എന്നിട്ട് എഴുതാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ആദ്യത്തെ പേജുകളിൽ മാക്സിമം വൃത്തിയിൽ തന്നെ എഴുതുക. പിന്നെ സ്പീഡിൽ പോകുമ്പോൾ അത് കുറച്ച് ഹാൻഡ് റൈറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. എന്നാലും മാക്സിമം നീറ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ എക്സാം ഹാളിൽ അവിടെ ഇവിടെ നോക്കി സമയം കളയാതിരിക്കുക. കാരണം നമ്മളെ സമയം അറിയാലോ, വിലപ്പെട്ടതാണ്. എക്സാമിന് ചിലപ്പോൾ നല്ല രീതിയിൽ അറിയാവുന്ന ആൻസേഴ്സ് വരെ സമയപരിമിതി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ എളുപ്പത്തിൽ സ്കോർ ചെയ്യുന്നതിന് തുണ്ടും മറ്റ് ബിറ്റ് പേപ്പേഴ്സൊക്കെ വെക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം അതൊക്കെ വെച്ച് എഴുതുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. ചിലർ നമുക്കൊരു വാർണിംഗ് തന്നു വിട്ടെങ്കിലും ചിലർ സീരിയസ് ആയിട്ട് അതെടുത്ത് പിന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ നേടിയെടുക്കുന്ന ഡിഗ്രിയിലേക്ക് കുറച്ച് എത്തിക്സൊക്കെ കാണിക്കുക.
നമുക്കറിയാം സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് റെസ്പെക്റ്റോടെ എത്തിക്സ് കാണിച്ചുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബിഗിനറാണ്, ഇനിയും നിങ്ങൾക്ക് പല ഡൗട്ട്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനോ ശ്രമിക്കുക. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ടൈം ഡ്യൂറേഷൻ കുറച്ച് ലെങ്തി ആയിപ്പോയി, ഐ എം സോറി. നെക്സ്റ്റ് ടൈം ഞാൻ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ comment below. And also thank you for watching my video and all the best for your exams. As always, like, share and subscribe.